ഈ റിപ്പബ്ലിക് ദിനം നമുക്ക് ഒരുപാട് ഓർമ്മകൾ കൊണ്ടുവരുന്നു. ഒരുപാട് പതിറ്റാണ്ടുകൾ നീണ്ടുപോയ ബ്രിട്ടീഷുകാരൻ്റെ മേൽക്കോയ്മയെ നമ്മൾ തകർത്തെറിഞ്ഞ് സ്വാതന്ത്ര്യത്തിലേക്ക് കാലുകുത്തിയ ഒരു മണ്ണിൻ്റെ കഥയാണ് റിപ്പബ്ലിക് ദിനം നമ്മോട് പറയുന്നത്. ഇന്ന് ഡൽഹിയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ദേശീയ പതാക ഉയർത്തും 10:30. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ മുഖ്യാതിഥിയാകും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ പതാക ഉയർത്തി. അദ്ദേഹം റിപ്പബ്ലിക് ദിന സന്ദേശവും നൽകി. മലയാളത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം ആരംഭിച്ചത്. മഹാകവി ജി ശങ്കരക്കുറുപ്പിൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കുന്ന അമൃത് കാലമാണ് ഇത് എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. മലയാളത്തിൽ തുടങ്ങിയ പ്രസംഗം പലപ്പോഴും മലയാളത്തിലേക്ക് ചേക്കേറുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും റിപ്പബ്ലിക് ദിന ആശംസകൾ നേർന്നതും ഒക്കെ തന്നെ മലയാളത്തിലായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രി വി ശിവൻകുട്ടി, മന്ത്രി അബ്ദുൾ റഹ്മാൻ ഇവരൊക്കെ തന്നെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ പരേഡ് വീക്ഷിക്കാൻ എത്തിയിരുന്നു. സലീം മാലിക് വിവരങ്ങളുമായി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്ന് ചേരുന്നു. സലീം മാലിക്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ ആഘോഷ പരിപാടികളുടെ ഭാഗമായി സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്നത്? SKN തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിനാഘോഷം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വലിയ രൂക്ഷമായ ഒരു വിമർശനങ്ങൾ ഉൾപ്പെടെ അടങ്ങിയതായിരുന്നു ഗവർണറുടെ റിപ്പബ്ലിക് ദിന സന്ദേശം. ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളെ പ്രകീർത്തിച്ചുകൊണ്ടുമായിരുന്നു അദ്ദേഹം ആ പ്രസംഗം നടത്തിയത്. അതിനുശേഷം ദേശഭക്തി ഗാനങ്ങൾ കേൾക്കാനായി ഗവർണർക്കായി തയ്യാറാക്കിയിരിക്കുന്ന ഇരിപ്പിടത്തിൽ വന്നിരുന്നു. ആ ഇരിപ്പിടത്തിലേക്ക് വന്നിരുന്നിട്ട് 10 മിനിറ്റോളം ആകുന്നു. ഇതിനിടയിൽ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയും സംസ്ഥാനത്തിൻ്റെ ഗവർണറും തമ്മിൽ പരസ്പരം ഒന്ന് മുഖം കൊടുക്കുകയോ പരസ്പരം ഒന്ന് ചിരിക്കുകയോ പോലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതൊരു കുശലാന്വേഷണം പോലും നടത്തിയിട്ടില്ല. ഇതിനിടയിൽ മുഖ്യമന്ത്രി പലതവണ മന്ത്രി വി ശിവൻകുട്ടിയുമായി കുശലാന്വേഷണം നടത്തുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു. ഗവർണർ ആകട്ടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അതിനുശേഷം പരേഡ് കമാൻഡർ ഗവർണർക്ക് മുൻപാകെ റിപ്പോർട്ട് ചെയ്തപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ പരസ്പരം ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കാൻ പോലും ഇരുവരും തയ്യാറായിട്ടില്ല. ഇതുവരെയും ആയിരുത്തം അങ്ങനെ തന്നെ തുടരുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഈ പരേഡുകൾ തിരിച്ചു പോവുകയാണ്. പരേഡുകൾ തിരിച്ചു പോയതിനു ശേഷം ദേശീയഗാനം മുഴങ്ങും. ദേശീയഗാനം മുഴങ്ങിയതിനു ശേഷം ഗവർണർ ഇവിടെ നിന്ന് തിരിച്ചു പോകും. അതിനിടയിൽ ഈ പോകുന്ന സമയത്തെങ്കിലും ഗവർണർ മുഖ്യമന്ത്രിയെയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഗവർണറെയോ അഭിവാദ്യം ചെയ്യുമോ എന്നുള്ളതാണ് കാത്തിരിക്കുന്നത്. ഗവർണർ ഇവിടേക്ക് വരുമ്പോൾ പോലും ആദ്യം മുഖ്യമന്ത്രി ഇവിടെ എത്തിയിരുന്നു. ഗവർണർ എത്തിയതനുസരിച്ച് അതിൻ്റെ ഒരു പ്രോട്ടോകോൾ സ്വഭാവത്തിൽ മുഖ്യമന്ത്രി എഴുന്നേറ്റെങ്കിലും മുഖ്യമന്ത്രിയുടെ ഭാഗത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറാകാതെയായിരുന്നു പതാക ഉയർത്തുന്ന സ്ഥലത്തേക്ക് ഗവർണർ എത്തിയത്. ഗവർണർ എത്തിയതിനു ശേഷം പിന്നീട് അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ നടന്നു. പരേഡ് ദേശീയ പതാക ഉയർത്തി. അതിന് പിന്നാലെ ആയുധാഭിവാദനം നൽകി. പിന്നീട് ബാൻഡിൻ്റെ ദേശീയഗാനമുണ്ടായി. പിന്നീട് ഗവർണർ പരേഡ് പരിശോധിച്ചു. പരേഡ് പരിശോധിച്ചതിന് ശേഷമായിരുന്നു ഗവർണർ ഈ ഓരോ പരേഡുകളും ഗവർണർക്ക് സല്യൂട്ട് നൽകി, നാഷണൽ സല്യൂട്ട് നൽകി പോയി. അതിന് പിന്നാലെ ഗവർണറുടെ പ്രസംഗം വളരെ ആകാംക്ഷയോടെയായിരുന്നു കേരളം കാത്തിരുന്നത്. ആ നിലയിൽ തന്നെ രാഷ്ട്രീയ വിമർശനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഗവർണർ ഈ പ്രസംഗം നടത്തിയത്. പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളെയും നരേന്ദ്രമോദിയെയും പേരെടുത്ത് പറഞ്ഞ് പ്രശംസിച്ചുകൊണ്ടുകൂടിയായിരുന്നു ഈ പ്രസംഗം നടത്തിയത് എന്നുള്ളത് കൂടി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. വിവിധ വിഷയങ്ങൾ, അത് ഓരോ പദ്ധതികളുടെ കൂടി പേരെടുത്ത് പറഞ്ഞായിരുന്നു ഗവർണർ ഈ പ്രസംഗം നടത്തിയത്. അതിൽ മേക്ക് ഇൻ ഇന്ത്യയിലൂടെ വന്ദേ ഭാരതും കൊച്ചി മെട്രോയും ഉൾപ്പെടെ യാഥാർത്ഥ്യമായി എന്ന് ഈ പ്രസംഗത്തിനിടെ പറഞ്ഞു. നാരി ശക്തി വന്ദന ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ പേരെടുത്ത് പറഞ്ഞു. പിന്നാലെ വികസിത സങ്കല്പ് യാത്ര, കേന്ദ്ര സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിച്ചു എന്നുകൂടി കേരളത്തിൽ റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ ഗവർണർ പറഞ്ഞു. മാത്രമല്ല വലിയ വിമർശനങ്ങൾ, അത് സമീപകാലത്ത് ക്രമസമാധാന പ്രശ്നങ്ങളിലുണ്ടായ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള വിമർശനങ്ങൾ നടത്തി. വിയോജിപ്പുകൾ അക്രമത്തിലേക്ക് പോകുന്നത് ജനാധിപത്യത്തെ വഞ്ചിക്കലായിരുന്നു എന്നായിരുന്നു ഗവർണറുടെ പരാമർശം. മാത്രമല്ല അത് ഏതെങ്കിലും തരത്തിൽ അധികാരത്തിന് വേണ്ടിയുള്ള ആന്തരിക മത്സരങ്ങളാവരുത്, അത് ആരോഗ്യകരമായ ജനാധിപത്യത്തെ പ്രോത്സാഹിപ്പിക്കേണ്ടതാവണം. അത്തരത്തിലുള്ള മത്സരങ്ങൾ ഭരണനിർവഹണത്തെ ബാധിക്കുക കൂടി ചെയ്യരുത് എന്നുള്ളതായിരുന്നു ഗവർണറുടെ വിമർശനം. മാത്രമല്ല ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് കൂടി ഗവർണർ ഈ പ്രസംഗത്തിൽ സംസാരിച്ചു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ബാഹ്യ ഇടപെടലുകൾ അക്കാദമിക മേഖലയെ മല്ലമാക്കുകയാണ്. ബാഹ്യ ഇടപെടലുകൾ ഇല്ലാത്ത സ്വതന്ത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് കേരളത്തിന് അനിവാര്യമെന്നതുൾപ്പെടെയുള്ള വിവിധ വിമർശനങ്ങൾ കൂടി ഗവർണർ നടത്തുകയും ചെയ്തു. ആ വിമർശനങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു പ്രസംഗത്തിന് ശേഷമായിരുന്നു ഗവർണർ ഇപ്പോൾ ഇവിടേക്ക് ഇരുന്നത്. ഇപ്പോഴും നമ്മൾ ഈ സംസാരിച്ചു തുടങ്ങി. അതിനുശേഷവും പരസ്പരം ഇരുവരും തമ്മിലൊന്ന് മുഖാമുഖം നോക്കാൻ പോലും ഇതുവരെയും തയ്യാറായിട്ടില്ല. പരേഡൊക്കെ തിരിച്ചു ഏറെക്കുറെ പരേഡ് അവസാനിക്കാറായി. അവസാനത്തെ പരേഡും തിരിച്ചു പോവുകയാണ്. അശ്വാരൂഢ സേന ഉൾപ്പെടെയുള്ളവർ തിരിച്ചുപോയി. അവസാന പരേഡ് കൂടി തിരിച്ചു പോയതിനു ശേഷം അല്പസമയത്തിനകം ദേശീയഗാനം മുഴങ്ങും. ദേശീയഗാനം മുഴങ്ങിയതിനു ശേഷം ഗവർണർ ഇവിടെ നിന്നും തിരികെ മടങ്ങും. അതിനിടയിൽ ഇപ്പോൾ അവസാനത്തെ പരേഡ്, ഏറ്റവും അവസാന പരേഡ് മുഴങ്ങി. ഇനി ദേശീയഗാനം മുഴങ്ങുന്ന സമയമാണ്. ദേശീയഗാനം മുഴങ്ങിയതിന് ശേഷം ഗവർണർ മുഖാമുഖം നോക്കുമോ എന്ന് കാത്തിരിക്കാം. എന്തായാലും ദേശീയഗാനം മുഴങ്ങുകയാണ്.
സലീം മാലിക് നമുക്കൊപ്പം ചേരുന്നു. ഈ പരിപാടി സലീം ഇവിടെ പറയൂ. ചിട്ടപ്പെടുത്തി അവതരിപ്പിച്ചത് ബഹുമാനപ്പെട്ട IGP ശ്രീ നാഗരാജു ചക്കിലർ തിരുവനന്തപുരം സലീം വിവരങ്ങൾ പറയൂ. CPI സെക്രട്ടറി ബിനോയ് വിശ്വവുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചില ചങ്ങാത്തം പങ്കിടുന്നുണ്ടായിരുന്നു. പറയൂ വിവരങ്ങൾ. SKN കഴിഞ്ഞ 1 മണി, അതായത് 8:59 ഗവർണർ ഇവിടേക്ക് എത്തി. അതിനുശേഷം ഇപ്പോൾ 9:59 ആകാൻ പോകുന്നു. ഈ 1 മണിക്കൂറിനിടയ്ക്ക് ഗവർണറും മുഖ്യമന്ത്രിയും ഒരേ വേദിയിലുണ്ടായിരുന്നു. ഗവർണർ മടങ്ങുകയാണ്. ഈ മടങ്ങുന്നതിനിടയിൽ ഇപ്പോൾ അല്പസമയം മുൻപ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി ഗവർണർ സംസാരിച്ചു, സൗഹൃദ സംഭാഷണം പങ്കിട്ടു, പരസ്പരം ചിരിക്കുകയും അഭിവാദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തു. പക്ഷേ ഇതിനിടയിൽ ഒരു തവണ പോലും കഴിഞ്ഞ 1 മണിക്കൂറിന് അടുത്ത സമയം ഒന്നിച്ചൊരു വേദിയിലുണ്ടായിട്ടും ഒന്ന് മുഖം കൊടുക്കുക പോലും ചെയ്തില്ല എന്ന് മാത്രമല്ല, നമ്മൾ അല്പസമയം മുൻപ് പറഞ്ഞതിന് ശേഷം ഈ ദേശീയഗാനം മുഴക്കി അതിനുശേഷം മടങ്ങുമ്പോഴെങ്കിലും ഇവർ തമ്മിൽ പരസ്പരം അഭിവാദ്യം ചെയ്യുമോ എന്നുള്ളതായിരുന്നു കാത്തിരുന്നത്. പക്ഷേ പരസ്പരം മടങ്ങിയപ്പോൾ സ്വാഭാവികമായും ഗവർണർ മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രി ഗവർണറുടെയും മുഖത്ത് നോക്കാതെ ഗവർണർ എല്ലാവരോടുമായി കൂപ്പുകൈ നൽകുകയായിരുന്നു. അതിനുശേഷം പിന്നീട് മറ്റു മന്ത്രിമാരെയൊക്കെ അഭിവാദ്യം ചെയ്തു. അതേസമയം മുഖ്യമന്ത്രി ഈ സമയത്ത് ഗവർണറുടെ മുഖത്ത് പോലും നോക്കിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഗവർണർ ഇവിടെ കൂടിയിരുന്ന ഈ പന്തലിൽ കൂടിയിരുന്ന ഓരോരുത്തരെയും കണ്ട് സംസാരിച്ചും അഭിവാദ്യം ചെയ്തും അതിനുശേഷം മടങ്ങാനൊരുങ്ങുകയാണ് എന്നുള്ളതാണ്. മുഖ്യമന്ത്രി ഇപ്പോഴും മടങ്ങിയിട്ടുമില്ല. ഗവർണർ മടങ്ങിയതിനു ശേഷം മാത്രമേ മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും ഉൾപ്പെടെയുള്ളവർക്ക് മടങ്ങാൻ കഴിയൂ. ഒരു മണിക്കൂറിനടുത്ത് ഒരേ വേദിയിലുണ്ടായി. അതിനുശേഷം പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിനെ വാനോളം പ്രകീർത്തിച്ചു, സംസ്ഥാന സർക്കാരിനെ പരോക്ഷമായ വിമർശനം നടത്തി. അതൊക്കെ കഴിഞ്ഞിട്ടും പരസ്പരം മുഖം നോക്കാതെ പരസ്പരം ചിരിക്കാതെയാണ് ഗവർണർ മടങ്ങിയത്. ഇപ്പോൾ വീണ്ടും ഗവർണർ മുഖ്യമന്ത്രി ഇരിക്കുന്ന സ്ഥലത്തു കൂടിയാണ് കടന്നു പോകുന്നത്. ആ സമയത്ത് ഏതെങ്കിലും തരത്തിൽ പരസ്പരം മുഖത്ത് നോക്കുമോ അഭിവാദ്യം ചെയ്യുമോ എന്നുള്ളത് കൂടി കത്തിരിക്കേണ്ടതാണ്. നിലവിൽ ഗവർണർ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് തൊട്ടടുത്തെത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ഗവർണറും ആ ഒരേ വഴിയിൽ തന്നെ കടക്കുന്ന ഒരു കാഴ്ചയാണ്. മുഖ്യമന്ത്രി ഇപ്പോൾ ബിനോയ് വിശ്വത്തെ നോക്കി കൂപ്പുകൈ, അത് മാത്രമല്ല അവിടെ നിൽക്കുന്ന ഓരോരുത്തരെയും നോക്കി കൂപ്പുകൈ ആയി ഗവർണർ മടങ്ങി. പക്ഷേ പരസ്പരം വീണ്ടും മുഖത്ത് നോക്കിയിട്ടില്ല. ഗവർണർ ഇപ്പോൾ മടങ്ങുമ്പോഴും ഏറ്റവും ഒടുവിലും പരസ്പരം മുഖത്ത് നോക്കിയിട്ടില്ല. ഓർക്കണം, സംസ്ഥാനത്തിൻ്റെ ഗവർണറാണ്, സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. പരസ്പരം ഇരുവരും തമ്മിൽ പരസ്പരം നോക്കിച്ചിരിക്കാതെ പരസ്പരം അഭിവാദ്യം ചെയ്യാതെ 1 മണിക്കൂർ ഒരു വേദിയിൽ കടന്നു പോവുകയാണ്. അതിൻ്റെ അഭിവാദ്യം, അതിൻ്റെ പ്രോട്ടോക്കോളും മറ്റ് നടപടികളും ഒക്കെയായി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ഈ പരസ്പരമുള്ള അഭിവാദ്യം ഉണ്ടായില്ല എന്നുള്ളതാണ്. പരസ്പരം ഇപ്പോൾ പോകാൻ സമയത്ത് കൂപ്പുകൈയോടുകൂടി മടങ്ങി എന്നതിനപ്പുറത്തേക്ക് ഒപ്പം മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം CPI സംസ്ഥാന അധ്യക്ഷൻ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനോട് അല്പസമയം ചങ്ങാത്തം സൗഹൃദമൊക്കെ പങ്കിട്ടിട്ടാണ് ഗവർണർ മടങ്ങിയത്. എന്നിട്ട് പോലും ഒരു വാക്ക് പോലും സംസാരിക്കാനോ ഒന്ന് ചിരിക്കാനോ പരസ്പരം ഇരുവരും തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വലിയ വിമർശനങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടി നമ്മൾ കാണണം. വലിയ വിമർശനങ്ങൾ സംസ്ഥാനത്ത് നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ പരോക്ഷമായി അദ്ദേഹം നടത്തി. അത് അക്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്ന് സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും മടങ്ങിപ്പോകുന്നു. അല്പം മുമ്പ് സെൻട്രൽ സ്റ്റേഡിയം വിട്ട് ഗവർണറും പോയിരിക്കുന്നു. ഈ റിപ്പബ്ലിക് ദിനത്തിൽ ഏറ്റവും നിർഭാഗ്യകരമായ ദൃശ്യം എന്ന് പറയുന്നത് ഈ 1 മണിക്കൂർ നേരം 2 ഭരണഘടനാ സ്ഥാപനങ്ങളുടെ മേധാവികളായ ഗവർണറും മുഖ്യമന്ത്രിയും ഈ റിപ്പബ്ലിക് ദിനമെന്ന സന്തോഷ നിമിഷങ്ങളിൽ ഒരിക്കൽ പോലും അവർ പരസ്പരം അഭിവാദ്യം സ്വീകരിക്കുകയോ സംസാരിക്കുകയോ ചെയ്തില്ല എന്നുള്ളതാണ് ഒരുപക്ഷെ ഈ റിപ്പബ്ലിക് ദിനത്തിലെ ഏറ്റവും വലിയ നിർഭാഗ്യകരമായ നിമിഷമായി ഞാനിതിനെ കാണുകയും ചെയ്യുന്നു.